ക്ഷമതയെക്കുറിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഏജൻസിയാണ് അന്വേഷണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അനുവദിച്ചത്. ഏജൻസിയല്ല, കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ വകുപ്പ് ഒരു വലിയ എംപവേർഡ് കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ അംഗങ്ങളെയൊക്കെ വേണു പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയാം. അച്യുതാനന്ദന്റെ കാലത്തിൽ നിയമിച്ച ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അവരും പറഞ്ഞു. അല്ലല്ല, കുറച്ചുകൂടെ വ്യക്തമായി പറയണം. VS എന്നും ശക്തമായി എതിർക്കുന്ന ലോകബാങ്കിന്റെ സഹോദര സ്ഥാപനമായ VS അച്യുതാനന്ദനും കമ്മ്യൂണിസ്റ്റുകാരും നഖശികാന്തം എതിർക്കുന്ന വേൾഡ് ബാങ്ക്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നൊക്കെ പറയുന്ന സ്ഥാപനം ഉണ്ടല്ലോ, അതിന്റെ സഹോദര സ്ഥാപനമായ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അവർ നടത്തിയ സാധ്യതാ പഠനത്തിലും പറഞ്ഞിരിക്കുന്നു ഇതിന് സാമ്പത്തിക ക്ഷമതയില്ലാത്ത പ്രോജക്റ്റാണ്. അപ്പൊ സാമ്പത്തിക ക്ഷമതയില്ലെന്ന് അച്യുതാനന്ദൻ നിയോഗിച്ച ആളും കണ്ടെത്തി. ഉമ്മൻചാണ്ടി നിയോഗിച്ചല്ല, ഈ ഫണ്ട് കിട്ടാൻ വേണ്ടി കേന്ദ്ര ധനകാര്യ വകുപ്പും കണ്ടെത്തി. അതിനെതിരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക ക്ഷമതയുണ്ടെന്നാണ് ഏജ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഏജൻസികൾ സാമ്പത്തിക ക്ഷമതയില്ലാത്തൊരു പ്രോജക്റ്റാണെന്ന് കണ്ടെത്തിയപ്പോൾ ഏജി എങ്ങനെയാ? അതാണ് ഞങ്ങൾ പറഞ്ഞത്, വസ്തുതക്ക് നിരക്കാത്ത വാദങ്ങളാണ് ഏജി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ഒരു കാര്യം ഞാൻ പറയാം. ഏജിക്ക് ഏജിക്ക് മുഖ്യമന്ത്രി കൊടുത്ത റിപ്പോർട്ട് പുറത്തു വരും. ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാറിൽ നിന്ന് അണുകട അഭിപ്രായ വ്യത്യാസം ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രി രേഖപ്പെടുത്തിയിട്ടില്ല. ശരി, അങ്ങനെ ചർച്ച ചെയ്യാൻ പോവാണ്. എൻ്റെ ഒരു സംശയം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അങ്ങ് പറയുകയുണ്ടായി ഏത് അന്വേഷണവും നടക്കട്ടെ എന്ന്. ഇപ്പോൾ തന്നെ ഈ കരാറിൻ്റെ കാര്യത്തിൽ അങ്ങ് പറയുകയുണ്ടായി സാമ്പത്തിക ക്ഷമതയില്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നും. നമ്മുടെ ഈ പാമോലിൻ കേസുണ്ടല്ലോ, അതും ഒരു C&AG റിപ്പോർട്ടിനെ പിന്തുടർന്ന് സംഭവിക്കുന്നതാണല്ലോ. അവിടെ എന്തായിരുന്നു, നമ്മുടെ ലാഭം കിട്ടാമായിരുന്ന ലാഭം കുറഞ്ഞു പോയി എന്നതാണ്, അല്ലാതെ ഖജനാവിന് നഷ്ടമുണ്ടായതല്ല. ഒരു പ്രത്യേക സമയത്ത് ഡോളറിൻ്റെ വില ഇത്ര രൂപത്തിൽ നിന്നിരുന്നപ്പോൾ ആ കരാറ് നാം ഉറപ്പിച്ചു. അതല്ലാതെ മറ്റൊരു ഘട്ടത്തിലായിരുന്നുവെങ്കിൽ കിട്ടിയ ലാഭത്തിൻ്റെ കൂടുതൽ ലാഭം കിട്ടുമായിരുന്നു. ഏതാണ്ട് 2 കോടിയിൽ താഴെ ലാഭം കിട്ടുമായിരുന്നു. ഈ വിഷയം അന്നത്തെ PAC പരിശോധിക്കുകയുണ്ടായി. അന്ന് MM ഹസനാണ് അതിൻ്റെ അധ്യക്ഷൻ. അന്വേഷണം വേണമെന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ ഒരു കാവ്യനീതി പോലെ സതീശൻ തിരിച്ച് PAC അധ്യക്ഷനായിരിക്കുകയാണ്. സതീശൻ ഇന്ന് അതുകൊണ്ടാണ് പരിഹാസ രൂപേണ ഹസൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, ഞാൻ ഇത് ചർച്ച ചെയ്യാനൊരു കത്ത് നൽകിയതല്ലേ ഉള്ളൂ, രാഷ്ട്രീയകാര്യ സമിതി ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന്, അന്വേഷണം വേണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന്. കഴിഞ്ഞ സംഭവങ്ങൾ ഉയർത്തെഴുന്നേറ്റാൽ കാലം തിരിച്ചു നടന്നാൽ ചിലർക്കൊക്കെ രസിക്കും, ചിലർ പോയി ഒളിക്കും, ചിലർ അപ്പോൾ തന്നെ മരിക്കും എന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്ന് വേണുവിനറിയാമല്ലോ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഏത് കാര്യങ്ങളല്ല നമ്മൾ പഴമയിലേക്ക് ഞാൻ പറഞ്ഞുതരാം. പവർ ആൻഡ് എനർജി കമ്പനിയിൽ നിന്ന് അന്ന് പാമോലിൻ ഇറക്കുമതി ചെയ്തത് വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കിലാണ്, ലാഭകരമായിട്ടാണ് ഇറക്കുമതി ചെയ്തത്. പക്ഷേ അതിനകത്ത് ഒക്കെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇന്ന് ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഞാൻ പറഞ്ഞത്. ഈ C&AG റിപ്പോർട്ടിനെ പറ്റി ഒന്നും അന്ന് കരുണാകരൻ പറഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് കത്ത് കൊടുക്കാൻ ഓടിയിട്ടില്ല. ഏത് അന്വേഷണവും നേരിടാമെന്ന് പറഞ്ഞിട്ടില്ല. മറ്റൊരു രൂപത്തിൽ കെ കരുണാകരൻ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. രാജ്യം കണ്ട ഏറ്റവും ദീർഘമായ വ്യവഹാരത്തിലേക്ക് ബോധപൂർവം കൗശലപൂർവ്വം അത് നീട്ടി കൊണ്ടുപോകാൻ കെ കരുണാകരന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിലെ ഒരു പഴുതാണ്. ആ പഴുതൊരു വ്യക്തി ഉപയോഗിക്കുന്നതിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതാ നീതിന്യായ വ്യവസ്ഥയുടെ ന്യൂനതയാണ് അദ്ദേഹം മുതലാക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ കാര്യത്തിൽ ഒരു തരം അന്വേഷണത്തെയും മുന്നോട്ട് വയ്ക്കുന്നില്ല ഉമ്മൻചാണ്ടി. അല്ല, അങ്ങയുടെ ഒരു വ്യാഖ്യാനം കേരളത്തിലെ പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല. ഏത് അന്വേഷണവും നേരിടാമെന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണവും നേരിടാൻ തയ്യാറാകാത്ത വ്യക്തി പറയുന്നതാണ്. അങ്ങനെയല്ലല്ലോ. ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഏത് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണെന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞാൽ, ഈ കരാറിൽ നേതൃത്വം കൊടുത്തൊരു മുഖ്യമന്ത്രി പറഞ്ഞാൽ അന്വേഷണം എന്താ നടത്തണമെന്നുള്ള മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ. അല്ലാതെ കുറ്റാരോപിതനായ ഒരാളാണോ ഞാൻ ഇന്ന അന്വേഷണത്തെ നേരിടാൻ തയ്യാറാന്ന് പറയുന്നത്? കുറ്റാരോപിതനായ വ്യക്തിയുടെ കുറ്റം തെളിയിക്കാൻ എന്ത് അന്വേഷണമാണോ ആവശ്യം, ആ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടത് ഭരിക്കുന്ന ആളുകളാണ്. അഴിമതി ഉണ്ടെങ്കിൽ അത് റദ്ദാക്കേണ്ടത് ഈ സർക്കാർ. ഒരു നിമിഷം ശ്രീ വരദരാജൻ, ഈ വിഷയത്തിൽ എന്തെങ്കിലും അപാകത ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് ഈ സർക്കാർ. ഇങ്ങനെ ഒരു അധികാരമുള്ളപ്പോൾ എന്തും ചെയ്യുക, അധികാരമില്ലാതിരിക്കുമ്പോൾ പുതുതായി വന്ന സർക്കാർ അതെല്ലാം എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ എന്ന നിലപാടെടുക്കുക.
ഇത് അക്ഷന്തവ്യമായ അപരാധമാണ് ജനാധിപത്യ സംവിധാനത്തോട് കാണിക്കുന്നത്. കാരണം ഈ വ്യക്തി പറയുന്നത് നിങ്ങൾ എന്നെ മുഖ്യമന്ത്രിയാക്കി, അപ്പോൾ ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൽ പിഴവുണ്ടെങ്കിൽ അടുത്ത സർക്കാരിനെ നിങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അവരത് നിർവഹിക്കട്ടെ എന്ന് വെച്ചാൽ എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ എന്തും ചെയ്യും. ആ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല. ആ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നുവെന്ന് ഏതെങ്കിലും അതുപോലെ ഭരണഘടനാ സ്ഥാപനം തന്നെ ചൂണ്ടിക്കാട്ടിയാൽ പോലും അടുത്ത സർക്കാരാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. സർക്കാരിൽ നിന്ന് സർക്കാരിലേക്കുള്ള ഈ റിലേ, ഈ കളിയുണ്ടല്ലോ, ഈ കളി എന്ന് പറയുന്നത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കലാണ്. കെ കരുണാകരൻ ഒരു രൂപത്തിൽ ചെയ്തെങ്കിൽ ഉമ്മൻചാണ്ടി മറ്റൊരു രൂപത്തിൽ സാങ്കേതികമായി അത് ചെയ്യുന്നു. ശരിയാണോ? അല്ല, അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് വേണു. ഞാൻ ജനറലായിട്ടാണ് വേണു ചോദിച്ചത്, ഞാനതിനെ ജനറലൈസ് ചെയ്യുന്നില്ല. ഈ വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിൽ നമുക്കെടുക്കാം. തുടക്കം മുതൽ ഈ പദ്ധതി വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോബിയുണ്ട്. ശക്തമാണ് ആ ലോബി, നമ്മളതിനെ നിസ്സാരന്മാരായി കാണണ്ട. നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്തവരുടെ പേരിലാണ് സുപ്രീം കോടതി ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന വക്കീലിനെ വെച്ച് വരെ കേസ് കിടന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. ആ ലോബി സജീവമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ CN രാജി റിപ്പോർട്ടിലും ഞാനതിൽ കാണുന്ന ഒരു അപാകത, ഒരു പക്ഷേ അതായിരിക്കാം ഇപ്പോൾ ഈ വകുപ്പ് സെക്രട്ടറിയും കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് അയച്ചിട്ടുള്ളത്. അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് 2015 ഡിസംബറിൽ ഒരു വാരികയിൽ വന്ന ലേഖനം അതേപടി പാരഗ്രാഫ് ഉദ്ധരിച്ചാണല്ലോ ഈ റിപ്പോർട്ട്. CN രാജിയുടെ റിപ്പോർട്ട് അങ്ങനെയാണോ തയ്യാറാക്കേണ്ടത്? ആ ലേഖനം എഴുതിയ ആൾ ഈ CN റിപ്പോർട്ടിൻ്റെ പരിശോധനാ സമിതിയിൽ ഉണ്ടായിരുന്നു. അതുമല്ല, ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്. ഈ റിപ്പോർട്ട് ഏൽപ്പിക്കുന്നതിന് മുമ്പ് തലേ ദിവസം VS അച്യുതാനന്ദൻ നിയമസഭയിൽ ഇതിൻ്റെ ഉപക്ഷേപം ഉന്നയിച്ചു. അദ്ദേഹത്തിന് എങ്ങനെ കിട്ടി? അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയം CN രാജി പോലുള്ള ഒരു ഭരണഘടനാ സ്ഥാപനം ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും സംസ്ഥാനത്തിന് ദോഷകരമായി ഉണ്ടെങ്കിൽ പരിശോധിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പരിശോധിക്കണം, സംസ്ഥാനത്തിന് ഗുണകരമാക്കണം. അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പം തന്നെ ഈ പദ്ധതി മുടക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികളുടെ കയ്യിൽ പാവകളാകരുത്. കാരണം കേരളത്തിലേക്ക് ഇനി ആരാ വരുന്ന വികസനം പറഞ്ഞുകൊണ്ട്? ഏതെങ്കിലും ഒരാൾ വരുമോ? നിങ്ങളെല്ലാ വിരോധവും ഇങ്ങനെ ഒരാളുടെ മേൽ കുത്തി. ഇപ്പോൾ അദാനിക്കെന്താ? അദ്ദേഹം ഒരു വ്യവസായിയായി പോയതുകൊണ്ട് അതൊരു കുറ്റവാളിയാണോ? അദ്ദേഹത്തിനൊരു ബിസിനസ് ചെയ്യാൻ പാടില്ലേ? കരാർ എഴുതേണ്ടതും കരാർ പാലിക്കേണ്ടതും ഒക്കെ നമ്മളാണ്. നമ്മുടെ ഇതല്ലേ? നമ്മളെന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തെങ്കിൽ അത് നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. പക്ഷെ അതുകൊണ്ട് കേരളത്തിൽ വ്യവസായവുമായി വരുന്നവരെ തിരിച്ചോടിക്കാനുള്ള ഈ വിവാദങ്ങൾ സംസ്ഥാനത്തിന് ഗുണകരമാവില്ല എന്നാണ് എൻ്റെ. ഞാൻ ശ്രീ ജേക്കബ് ജോർജിലേക്ക് വരാം. എനിക്ക് വേഗം ഒരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഐ ഗ്രൂപ്പ് ഒരുങ്ങുന്നത് ഉമ്മൻചാണ്ടിക്കെതിരെയോ? ഇടവേളയ്ക്ക് ശേഷം.